ഒരു സംരംഭത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ എന്നെ വിളിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ഏറെ സന്തോഷത്തോടെ ഏറെ ആഹ്ലാദത്തോടെ ഇത് ഓപ്പൺ ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇത് ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ കൂടെയാണ്. സാധാരണ നമ്മൾ പുതുവർഷം തുടങ്ങുമ്പോൾ ജീവിതത്തിലൊരു നവീകരണത്തിൻ്റെ ഘട്ടമാണ് എല്ലാ പുതുവത്സരങ്ങൾ. കാരണം നമ്മൾ പുതിയ തീരുമാനങ്ങൾ, റെസൊല്യൂഷൻസ് ഇതൊക്കെ എടുക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു വീക്ഷണം ജീവിതത്തിൽ പുലർത്തുന്നതിലൂടെ നമുക്കൊരു പുതിയ ഉണർവ് നേടാൻ സാധിക്കട്ടെ. ഈ ഒരു പുതുവത്സര ദിനത്തിൽ നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം. ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള തുടർച്ച അതിനു വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്വച്ഛന്തമായ ഒഴുക്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം പ്രാപ്തമാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അങ്ങനെ വളരെ പ്രാധാന്യമുള്ളതാണ്. അറിവുകൾക്കൊപ്പം തിരിച്ചറിവുകൾക്കും ഏറെ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ തിരിച്ചറിവുകളിലൂടെ നമ്മൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുക. ആ തീരുമാനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ നമുക്ക് മികച്ച രീതിയിൽ ഈ ഒരു വർഷം തുടർന്നുള്ള വർഷങ്ങൾ കൊണ്ടുപോകാൻ ഉള്ള രീതിയിൽ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഇതിന് ആശയങ്ങളും ആർജവവും ഉൾക്കൊണ്ട് ഒരു പുതിയ പുതുവത്സരം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് പ്രധാന കാരണം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്നാണ് നമ്മൾ എപ്പോഴും ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുക. തമസോമ ജ്യോതിർഗമയ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. വെളിച്ചം എന്ന് പറയുന്നത് എപ്പോഴും ആത്മജ്ഞാനവും വിജ്ഞാനവും കൂടെയാണ്. ഇപ്രകാരം പ്രകാശത്തിലേക്ക് നടന്നു പോകാൻ ലക്ഷ്യമിടുന്ന ഒരു തീരുമാനമാവട്ടെ നമ്മൾ ഈ പുതുവർഷത്തിൽ എടുക്കുന്നത്. അങ്ങനെ ചൈതന്യവത്തായിട്ട് അത് പരിഗണിക്കുമ്പോൾ ലോകത്തിൽ തന്നെ അത് പ്രകാശമായി തീരും. ഇപ്പൊ നമ്മളിലുള്ള ഒരു ചെറിയ കണിക അത് ലോകത്തെ പ്രകാശിപ്പിക്കുന്നതിൽ ഒരു പങ്ക് തീർച്ചയായിട്ടും വഹിക്കും. അത്തരം ഒരു സാധ്യതയിലേക്ക് മനുഷ്യർക്ക് ഉയരാൻ സാധിക്കട്ടെ. നമുക്കും അപ്പോൾ എല്ലാവർക്കും ഉയരാൻ സാധിക്കട്ടെ. അങ്ങനെ ചെയ്യുമ്പോൾ അത് എത്രയോ വലിയ ധന്യതയായിരിക്കും നമുക്ക് നൽകുക. അത് ജീവിതത്തെ പ്രകാശമാനമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഇത്രയും സ്പെഷ്യലായിട്ടുള്ള ഒരു ഓഡിയൻസിന്റെ മുമ്പിൽ എന്തൊരു പാട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നി എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് സമയമെടുത്ത് കുറച്ച് പാട്ടുകൾ ചേർത്ത് പാടാനാണ് നോക്കുക. പലപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ചില കാര്യങ്ങൾ വളരെ ധാരാളമായിട്ട് നമുക്കുണ്ടാവും, പക്ഷെ ചിലത് വളരെ കുറച്ചേ ഉള്ളെങ്കിലും അത് വളരെ യുണീക്ക് ആയിരിക്കും. അപ്പൊ അങ്ങനെ കർണാടക സംഗീതത്തിൽ ഒരു രാഗമുണ്ട് ജയന്തശ്രീ. ജയന്തശ്രീയില് കീർത്തന കൃതികളും പാട്ടുകളും കുറവാണ്, പക്ഷെ വളരെ ഡെപ്തുള്ള ഒരു രാഗമാണ്. അപ്പൊ ജയന്തശ്രീയിലുള്ള ചില പാട്ടുകൾ കോർത്തിണക്കി ഒരു മെഡ്ലി 5 മിനിറ്റിൽ ഒതുക്കാനുള്ള മാക്സിമം ശ്രമത്തിൽ അത് തീർക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നാണവും കള്ളനാണവും നല്ലൊരീണമായി സ്നേഹവീണയിൽ, നാണവും കള്ളനാണവും നല്ലൊരീണമായി സ്നേഹവീണയിൽ, നീയതിൽ തീർത്ത ശൈലികൾ മായികം എന്തു മാസ്മരം, പ്രേസിയതെത്ര സുന്ദരം, സായം സന്ധ്യ തൻ കുങ്കുമം കവിൾ പൂവിൽ പകർന്നു പരാഗം, പ്രേമധാമമെന്നുമിന്നിലേ കാമുകന്നു സ്വന്തമായിടും, സായം സന്ധ്യ തൻ കുങ്കുമം കവിൾ പൂവിൽ പകർന്നു പരാഗം, ആമുഖം കണ്ട നാൾ ആദ്യമായി പാടി ഞാൻ രാഗം പൂക്കും രാഗം പാടി ഞാൻ, ആമുഖം കണ്ട നാൾ ആദ്യമായി പാടി ഞാൻ രാഗം പൂക്കും രാഗം പാടി ഞാൻ, പോക്കുവയിൽ പൊന്നണിഞ്ഞ നിൻ പൊൻപദങ്ങൾ പുൽകും മേദിനിയിൽ,
കണ്ട നാൾ തൊഴുതു വരാനണിയാൻ ഇലച്ചാന്തിൽ തൊടുകുകിയും മുടിയിൽ ഒരു പൂവും കൊണ്ടുവന്നു തന്നതാരോ ചൊല്ലുകിളിയേ പൊൻകിനാവോ പിന്നെയൊന്നും കണ്ടതില്ലയോ കാടുപൂക്കും കാലമായി മാധവമായി കൂമൊഴിയേ കിളിയേ കിളിപ്പെണ്ണി കരിമഷിയോ കളവോ എഴുതി നീ പച്ചപ്പട്ടു തൂവലിൽ സ്വപ്നം കണ്ടു